ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ദോശ. അതിൻ്റെ എന്തുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആണെങ്കിൽ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഒരു 4 മണിക്കൂർ കുതിർത്ത് വെച്ച ഉഴുന്നാണ് കേട്ടോ. പിന്നെ ഇതിൽ കൂട്ടുന്നത് അരിപ്പൊടിയാണ്, എന്ന് വെച്ചാൽ വറുത്ത അരിപ്പൊടി. അപ്പോൾ ഉഴുന്ന് നമ്മളിത് സോഫ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്, അരച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഉഴുന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മളിത് ഉഴുന്ന് അരച്ച മിക്സിയിൽ നമ്മളിത് അരിപ്പൊടി ഇട്ട് അടിക്കാനാണ് പോകുന്നത് കേട്ടോ. അരിപ്പൊടി ഇതിലിട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കും. മിക്സിയിലിട്ട് ഒന്ന് കറക്കി അടിച്ചൊഴിക്കുക. സോഫ്റ്റ് ഇഡ്ഡലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാവുമിട്ടാൽ അലിഞ്ഞു പോകും, അതുപോലെ സോഫ്റ്റാണ്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നമ്മളെ ദോശ മാവാണെന്ന് വിചാരിച്ചിട്ട് വറുത്ത പൊടി എന്ന് പറഞ്ഞാൽ വറുത്ത പൊടി അങ്ങനെ തന്നെയല്ല നമ്മൾ എടുക്കണേ. വറുത്ത പൊടി വെള്ളത്തിലിട്ടിട്ട് അടിച്ചെടുക്കും. കണ്ടോ, എന്ന് വെച്ചാൽ നമ്മൾ മെഷീനിൽ ഇങ്ങനെ അരി പൊടിപ്പിക്കാൻ കൊടുക്കില്ലേ, പൊടിപ്പിക്കാൻ കൊടുത്തിട്ട് അവർ വറുത്ത് തരുമല്ലോ, ആ പൊടിയാണ് കേട്ടോ. രാവിലെ ഉപ്പിടണം. ഉപ്പിട്ട് ഒക്കെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കണം. അപ്പം നാളെ പിറ്റേ ദിവസം നല്ല നന്നായിട്ട് ഇന്ന് ഞാൻ വൈകുന്നേരം അരച്ച് വെക്കണം, നാളെ കാലത്ത് ഉണ്ടാക്കും. അത് നല്ല സോഫ്റ്റായിട്ടിരിക്കും. കണ്ട, കാരണം ദോശയ്ക്ക് ഉണ്ടല്ലോ പഞ്ഞി പോലെ ഇരിക്കും ഇഡ്ഡലിയൊക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ നല്ല ദോശ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. കണ്ടോ,